വെൽക്കം ടു ബിലേക്ക് ബട്ടർഫ്ലൈസ്. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നത് സെലിൻസ് ഹോം മെയ്ഡ് കേക്ക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ ഒരു 5th ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുകയാണ്, ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പോൾ അതിന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവാങ്കുളം കുരിക്കാടാണ് സെലിൻ്റെ വീട്, അങ്ങോട്ടാണ് പോകുന്നത്. തിരുവാങ്കുളത്തും തൃപ്പൂണിത്തുറ ആ ഒരു ഏരിയയിലുള്ളവർക്കെല്ലാം അറിയുന്ന ഒരു നല്ല ഹോം മെയ്ഡ് കേക്ക്സ് കൊടുക്കുന്ന ഒരാളാണ് സെലിൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ഈ ഒരു ടേണിംഗ് ഉണ്ടല്ലോ, ചോറ്റാനിക്കര കുരിക്കാട്, ആ ഒരു ടേണിംഗ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോകണം. കുരിക്കാട് എത്തി. ഇതാണ് കുരിക്കാട്. ഈ വഴി കൂടെയും ചോറ്റാനിക്കര പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സെലിൻ്റെ വീട് എത്താറായി. റെയിൽവേ ഗേറ്റാണ് കാണുന്നത് കേട്ടോ, അറ്റത്ത്. റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് സെലിൻ്റെ വീട്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമുക്ക് അകത്തോട്ട് പോവാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം നമ്മൾ സെലിൻ്റെ വീട്ടിലെത്തി. ഇവിടെ നന്നായിട്ട് ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഡെക്കറേഷൻസൊക്കെയാണ്. ഫുള്ളൊരു യെല്ലോ തീമാണ് കേട്ടോ ഇവിടെ. ഫുൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് സെലിബ്രേഷൻ സ്പെഷ്യലായിട്ട് യെല്ലോ തീമാണ് ഇവർ ചെയ്തേക്കുന്നത്. കേക്കാണെങ്കിലും ഡോണട്ട്സ്, കപ്പ് കേക്ക്സ്, അങ്ങനെ എല്ലാം യെല്ലോ തീമിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡെക്കറേഷൻസ് എല്ലാം യെല്ലോ തീമാണ്. ഇതൊക്കെയാണ് അടിപൊളി കേക്കല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ 5 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കാണ് സെലിന് പറയാനുള്ളത്. നമുക്ക് കേൾക്കാം. ഇന്നെൻ്റെ സെല്ലിങ്സ് ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ 5th ഇയർ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാം. വലിയ സെലിബ്രേഷനൊന്നുമില്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടൊരു ചെറിയ സെലിബ്രേഷനാണ്. ഇന്നിപ്പോൾ ഒരു 5th ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പണ്ടേ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുക്കറി ഷോസിലൊക്കെ ബേക്ക് ചെയ്യുന്നതൊക്കെ കാണില്ലേ, അപ്പോൾ ഇങ്ങനെ ബീറ്റർ യൂസ് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതൊന്ന് യൂസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇതുപോലൊരു ബേക്കിംഗ് ക്ലാസ്, ബേസിക് ആയിട്ടുള്ളൊരു ബേക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബേക്ക് ചെയ്യാനായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കപ്പ് കേക്ക്സും അങ്ങനെയുള്ള കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ പപ്പ അതിന് വേണ്ടിയുള്ള ഓവനും ബീറ്ററും അങ്ങനെ എല്ലാ സാധനവും വാങ്ങിത്തരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഇതുപോലൊരു ഇങ്ങനത്തെ ഒരു ചെറിയ റോസറ്റ് കേക്ക് ഉണ്ടാക്കി, ഒരു പിങ്ക് കളർ റോസറ്റ് കേക്ക് ഉണ്ടാക്കി. അങ്ങനെ അത് ഞാൻ ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് കേക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ഞാനത് ഫേസ്ബുക്കിലും എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാനത് സ്റ്റാറ്റസ് ആക്കി, എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എനിക്ക് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, അതിന് ഒരുപാട് ഫോൾട്ടും ഉണ്ടായിരുന്നു. അത് വായിൽ വെച്ച് കഴിക്കാൻ പറ്റുമായിരുന്നു എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു കേക്കായിരുന്നു ഫസ്റ്റ്. അത് എന്നിട്ട് ഇട്ടപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഒരു കസിൻ നിഷ എന്ന് പറഞ്ഞ നിശ്ചേച്ചി ഫസ്റ്റ് അത് കണ്ടിട്ട്, നിശ്ചേച്ചിക്ക് അറിയില്ലല്ലോ അത് കഴിക്കുമ്പോൾ ഉള്ള കോലം എന്താണെന്ന്, കാണുമ്പോൾ എങ്ങനെയാണെന്നല്ലേ അറിയുള്ളൂ. നിശ്ചേച്ചി എന്നിട്ട് അത് എൻ്റെ ഒരു നിശ്ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേക്ക് നെക്സ്റ്റ് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞ് എനിക്ക് ഓർഡർ ചെയ്തു. അന്ന് എനിക്ക് ക്രീം പോലും മര്യാദയ്ക്ക് ചെയ്യാനേ അറിയില്ല. പക്ഷെ ഞാൻ എന്തോ ഒരു കോൺഫിഡൻസിൽ ആ കേക്ക് ഓർഡർ എടുത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഞാൻ ആ കേക്ക് നിശ്ചയിച്ചിക്കാണ് കൊടുത്തത്, ഫസ്റ്റ് ഓർഡർ. അത് കഴിഞ്ഞ് പിന്നെ പതിയെ ഓരോ കേക്ക്സൊക്കെ ട്രൈ ചെയ്ത്, പിന്നെ ഞങ്ങൾ ഓരോ കേക്ക് ട്രൈ ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ ചേച്ചിയും ഉണ്ടാവുമായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന കുറേ ടിപ്സൊക്കെ കളക്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ട് വേറെ രീതിയിലൊന്നും ബേക്കിംഗ് പഠിച്ചിട്ടേ ഇല്ല. അവിടെ നിന്നുള്ള ടിപ്സൊക്കെ ചെയ്ത് പലരും പറയുന്ന കേട്ട് ഓരോരുത്തരുടെ അങ്ങനെ ചെറിയ ടിപ്സൊക്കെ കേട്ടാണ് പഠിച്ചത്. യൂട്യൂബ് വീഡിയോസ് കണ്ട് അങ്ങനെ
അങ്ങനെ വന്ന് കുറേ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ദാ 5th ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത്രയും എന്താണ് ഒരു കപ്പ് കേക്ക്സ് ആയാലും ഒരു 2-3 ദിവസത്തെ വർക്കാണ് ഇത് മുഴുവനും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അതിന് വേണ്ടി ഒരു 1 വീക്കോളം കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു താങ്ക്സ് പറയാനാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് പേര് അറിഞ്ഞ് കേട്ട് വന്നവർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട്സ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കേക്ക് വാങ്ങിയവർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഫാമിലി, എൻ്റെ ചേച്ചി, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, ബെറ്റ്സി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അതും ആ ചേച്ചി ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ ടിപ്സും കുറേ കാര്യങ്ങളൊക്കെ ആരും ഷെയർ ചെയ്യാത്ത കുറേ റെസിപ്പീസും ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്ന ചേച്ചിയാണ്. ചേച്ചിക്കൊരു ബിഗ് താങ്ക്സ്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. നിശ്ചയിച്ചിക്ക് എന്തെങ്കിലും ഫസ്റ്റ് കസ്റ്റമർ ആയത്, അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ, നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് നിശ്ചയിച്ചിക്ക് കൊടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത കേക്കാണ്, റോസഡ് കേക്ക്. ഇതിനൊരു പിങ്ക് കളറായിരുന്നു. ഇത് കണ്ടിട്ടാണ് നിശ്ചയിച്ച് എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നെ. അപ്പോൾ ഞാനിതിപ്പോൾ യെല്ലോ തീം ആയതുകൊണ്ട് അത് യെല്ലോ ആക്കി കൺവേർട്ട് ചെയ്ത് ഞാൻ ഈ ഒരു കേക്കാണ് ഫസ്റ്റ് നിശ്ചയിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. ഇപ്പോൾ 5 വർഷമായില്ലേ, അപ്പോൾ ഏകദേശം എത്ര കേക്ക്സ് ചെയ്ത് കാണും? എബവ് 1200 ചെയ്തിട്ടുണ്ടാവും. ഇത് എത്ര കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും അത്രയും ചെയ്തിട്ടുണ്ടാവും. എല്ലാ ഇവൻറ്റ്സിനും, വെഡ്ഡിങ്, അങ്ങനെ എല്ലാം, ബർത്ത്ഡേയ്സ്, തീം കേക്ക്സ്, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. കറക്റ്റ് അറിയില്ല, 1200 എബവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാത്തരം കേക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഓർഡറൊക്കെ എങ്ങനെയാണ് വരുന്നത്? എല്ലാ ഇവൻറ്റ്സിനും, എല്ലാ കേക്ക്സ് മാത്രമല്ല, ഒരു സ്വീറ്റ് ടേബിൾ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, കപ്പ് കേക്ക്സ് എല്ലാം അങ്ങനെ എല്ലാം ഒരു ഫുൾ സ്വീറ്റ് ടേബിളായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യാറുണ്ട്. ഈ ബേക്കിംഗ് ക്ലാസ്സുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ ഇവിടെ? ക്ലാസ് ഉണ്ട്. ക്ലാസ് നേരത്തെ ആകുമ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ്സസ് എടുക്കാറുണ്ട്. അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ബേക്കിംഗ് ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിന് വല്ല പേജസോ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? യൂട്യൂബ് ചാനലൊന്നുമില്ല. ഇൻസ്റ്റയിൽ എൻ്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിൽ ഞാൻ എൻ്റെ കേക്ക്സ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്, ഫോട്ടോസൊക്കെ. അതുപോലെ സെലിൻസ് ഹോം മെയ്ഡ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്. അതിലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കേക്ക്സും ചെയ്യുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ യൂട്യൂബ് ചാനലൊന്നുമില്ല. ഇവൻറ്റ് മാനേജ്മെൻറ്റ്സിൽ നിന്ന് വെഡ്ഡിങ് കേക്ക്സും അതുപോലെ ബർത്ത്ഡേ കേക്ക്സും തീം കേക്ക്സൊക്കെ ഓർഡർ വരാറുണ്ട്. അങ്ങനെയാണ് കേക്ക്സൊക്കെ ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, അടുത്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ദാ സെലീനിലെ ഇന്നലത്തെ ഒരു ഓർഡർ ആണെന്നാണ് പറഞ്ഞ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിൽ കൊടുത്തേക്കുന്ന നമ്പർ സെലിൻ്റെ നമ്പറാണ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ, കേക്ക്സോ കപ്പ് കേക്ക്സ്, ഡോണറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. തിരുവാങ്കുളത്ത് കുരിക്കാടാണ് സ്ഥലം. ഈ നമ്പറിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഡേറ്റിലേക്ക് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് മേടിക്കാം. അപ്പോൾ ഇനി 5th ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം.
അപ്പോൾ സെലിൻസ് ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കേക്ക് നമുക്ക് വീട്ടിൽ ചെന്നിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇന്നലെ നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയ കേക്കാണിത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്ന സെല്ലിന് ഞങ്ങൾ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും കേക്ക്, ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ് അങ്ങനെ എന്തെങ്കിലും ഈവൻറ്റ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സെലിൻസ് ഹോം മെയ്ഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.